കുറെ നാളുകളായിട്ട് ഒരു രീതിയിലുള്ള അപ്ഡേഷൻ പോലും ഇല്ലാതിരുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഇത് 2 ദിവസം മുമ്പ് അതിന്റെ സംവിധായകൻ ഒരു അർദ്ധരാത്രിയിൽ വന്നൊരു പോസ്റ്റ് ഇടുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന പ്രക്ഷുബ്ധമായ സംഭവങ്ങൾ, അതായത് ആ ഒരു സിനിമയുടെ കോ പ്രൊഡ്യൂസ് ചെയ്ത് ലൈക്ക പെട്ടെന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ ലൈക്കയും ആശയവും തമ്മിൽ പ്രശ്നങ്ങൾ മാറുന്നു, ഗോകുലം മൂവീസ് വരുന്നു. പിന്നീട് അങ്ങോട്ട് അപ്ഡേഷന്റെ പെരുമഴയാണ്. ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് പോസ്റ്റർ. അത് ചുമ്മാ തങ്ങളുള്ള ഒരു പോസ്റ്റർ അല്ല, ക്ലാരിറ്റി ഉള്ള ഗംഭീര പോസ്റ്റേഴ്സ് ആണ് റിലീസ് ആകുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസത്തിലും ഓരോ ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ ഷോ കൂടിപ്പോയിട്ട് 300+ ഫാൻ ഷോ ആണ് ഇപ്പൊ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൻ ഷോ ആയിരിക്കും എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഉറപ്പാണ്. ഇപ്പൊ കൂടുതൽ ആകാംക്ഷ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എമ്പുരാൻ ഇനി വരാൻ പോകുന്ന ട്രെയിലർ കണ്ടായിരിക്കും. അതിൽ ലൂസിഫറിനേക്കാളും മുകളിലുള്ള ഒരു ട്രെയിലർ, അല്ലെങ്കിൽ ലൂസിഫറിനോട് കടപിടിക്കുന്ന ഒരു ട്രെയിലർ ആയിരിക്കണം എമ്പുരാന്റെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു സംഭവം ഇതാണ്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒതുങ്ങിക്കിടന്ന ഒരു സിനിമ പെട്ടെന്ന് വന്ന് അങ്ങോട്ട് ഭയങ്കര രീതിയിൽ പോവുകയാണ്. അതായത് നോർത്ത് ഇന്ത്യയിലേക്കുള്ള സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് കിട്ടിയിരിക്കുന്ന AA ഫിലിംസിനാണ്. അതായത് അനിൽ തഡാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്, നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള രവീന ടണ്ടന്റെ ഹസ്ബൻഡ് ആണ് അദ്ദേഹം. സോ ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് നോർത്തിൽ മാസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഗംഭീര സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും നോർത്തിൽ നിന്ന് തന്നെ നല്ലൊരു കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഹിന്ദി അല്ലാതെ മറ്റു ഭാഷകളിലെ റൈറ്റ്സ് എടുക്കുന്ന അവിടുത്തെ ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. കാര്യം പൃഥ്വിരാജ് ആണല്ലോ ഇതിന്റെ എല്ലാവരും ബേസ് എന്ന് പറയുന്നത്. കർണാടകയിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഹോംബേല ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മാസീവ് റിലീസ് ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എമ്പുരാൻ അങ്ങോട്ട് കയറി വന്ന് കൊടുത്തുവാണ്. അതായത് അപ്ഡേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിനിമ പെട്ടെന്ന് വന്ന് അങ്ങോട്ട് ഹൈപ്പ് കയറിയപ്പോൾ സാധാരണ സിനിമാ പ്രേക്ഷകരും അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസും എല്ലാവരും തന്നെ ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ BMCന്റെ നമ്മുടെ ബുക്ക് മൈ ഷോയിലെ ഇൻട്രസ്റ്റ് 150K+ ആവുകയാണ്. എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും 2 ലക്ഷം ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ വരാൻ സാധ്യത കൂടുതലാണ്. എമ്പുരാൻ തന്നെ ആയിരിക്കും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ BMS ഇൻട്രസ്റ്റ് ഉള്ള സിനിമ എന്നുള്ള ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻ ഷോകളാണെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആശീർവാദും ഗോകുലം മൂവീസും കൂടെ കൈ ഓർക്കുമ്പോൾ കിട്ടുന്ന മികച്ച ഒരു മാസീവ് റിലീസ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർച്ച് 27-ാം തീയതി സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് ഉണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലിയോ ഇട്ട ഡബിൾ ഡിജിറ്റ് FT, അതായത് ഒടിയൻ 2018 ഇട്ട റെക്കോർഡ് ലിയോ കവർ ചെയ്തത് 2023-ലാണ്. അപ്പൊ ഈ ഒരു ലിയോ ഇട്ട ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് എമ്പുരാൻ കവർ ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് ഉണ്ടാവുമോ എന്നുള്ള ആകാംക്ഷയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ മേക്ക് ചെയ്തിരിക്കുന്നത് ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിപ്പോ ഹെലികോപ്റ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞത് CG അല്ല, ഒറിജിനൽ ഹെലികോപ്റ്റർ ആണെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരളി ഗോപിയുടെ റൈറ്റിംഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മുരളി ഗോപിയുടെ റൈറ്റിംഗ് ആയിരിക്കും പല ലെയറിലുള്ള ഇതായിരിക്കും. ലൂസിഫറിൽ കുറച്ചുകൂടെ ക്ലാസും മാസികമായിട്ടുള്ള രീതിയാണെങ്കിൽ ഒരുപക്ഷെ എമ്പുരാനിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ മാസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും അതിനുള്ള ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മുരളി ഗോപി പൃഥ്വിരാജ് കോംബോയിൽ വരാൻ പോകുന്ന എമ്പുരാനിൽ മോഹൻലാലിന്റെ ആ ഒരു ആക്ടർ കം സ്റ്റാർ എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ അദ്ദേഹം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇറങ്ങിയ ഓരോ പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിൽ ഹിഡനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുന്ന എമ്പുരാന്റെ മെഗാ റിലീസാണ് ഈ വരുന്ന മാർച്ച് 27-ാം തീയതി. എന്താണ് നിങ്ങൾ എമ്പുരാന് വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.